നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് AIASL നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 25/4/2024. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ ഫോർ ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള കരിയേഴ്സിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ റഫറൻസ് നമ്പറായി കൊടുത്തിരിക്കുന്നത് അവസാനം HR/166. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ്. വിളിച്ചിരിക്കുന്ന ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഓഫീസർ ടെക്നിക്കലാണ് വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 29,760 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ ആൾ ഇന്ത്യ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടേം കോൺട്രാക്റ്റഡ് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. OBC കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഫുൾ ടൈം ബാച്ചുലർ ഓഫ് എൻജിനീയറിംഗ്, അതായത് BE BTech എന്നീ പറയുന്ന എൻജിനീയറിംഗ് സ്ട്രീമിൽ നിങ്ങൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അതുമല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു എൻജിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നിർബന്ധമായും LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ അത് മാക്സിമം 12 മാസത്തിൻ്റെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് HMV സബ്മിറ്റ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. അതായത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ മതിയായിരിക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്ക് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഈ തസ്തികയ്ക്ക് പ്രിഫറൻസായി കൊടുത്തിരിക്കുന്നത്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കാവുന്ന ചാൻസസ് ഉണ്ട്. അതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഏവിയേഷൻ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ GS എക്യുപ്മെൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹെവി എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റെനൻസോ ഉള്ളവരാണെങ്കിൽ, അതും റെപ്യൂട്ടേറ്റഡ് GS എക്യുപ്മെൻറ്റ് മാനുഫാക്ചറുടെയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് ഏജൻസിയുടെയോ ഈ പറയുന്ന ഏതെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏവിയേഷൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോലെ GS എക്യുപ്മെൻറ്റ്സിൻ്റെ എക്സ്പീരിയൻസോ ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ടാകുമെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ആദ്യമായി വരുന്നത് ഈ തസ്തികയ്ക്ക് പേഴ്സണൽ അല്ലെങ്കിൽ വിർച്വൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം നിങ്ങൾക്ക് കമ്പനി ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനോ
അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അത് ഡിപ്പെൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, നിർബന്ധമല്ല. ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്ന് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഇൻ്റർവ്യൂ പറഞ്ഞ തീയതികളിലോ അല്ലെങ്കിൽ അതിന് അടുത്തിട്ടുള്ള തീയതികളിലേക്കോ നിങ്ങൾക്ക് നീണ്ടു പോകാനുള്ള ചാൻസസും ഉണ്ട് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. ഈ തസ്തികയുടെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് 8/5/2024 9:30 മുതൽ 12:30 വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയി കൊടുത്തിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.aiasl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.